എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശാലോൺ ടിവിയുടെ മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒത്തിരി വ്യക്തിത്വങ്ങളെ ശാലോൺ ടി വി മർത്താൻ മേരി പ്രോഗ്രാമിലൂടെ നമ്മൾ പ്രേക്ഷകർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈശോ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ പോലെ വിനീതരായ ദൈവസന്നിധിയിൽ വ്യാപരിക്കാനായിട്ടാണ്. കുട്ടികളുടെ ആ നിഷ്കളങ്കത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞു മാലാഖിയായി കുഞ്ഞുങ്ങൾക്കിടയിൽ സന്യസ്ത ജീവിതം നയിക്കുകയാണ് ഈ സന്യസ്ത. ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാവരും വിളിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞി സിസ്റ്റർ എന്ന സിസ്റ്റർ മേരി തൃക്കുക്കാരൻ SNDSനെയാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കൊതിച്ചിരിക്കാതെ, നനച്ചിരിക്കാതെ അകാലത്തിൽ വിരുന്നെത്തുന്ന കുഞ്ഞു ജീവനുകളെ ഇവിടെ ദൈവകരുണയുടെ മുന്നിൽ നൊമ്പരത്തോടെ സമർപ്പിച്ച് മടങ്ങിയവർ അനവധിയാണ്. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആ പിഞ്ചോമനകൾക്ക് ദൈവത്തിൻ്റെ താരാട്ടായി ഒരമ്മ. തൃശൂർ പുല്ലഴിയിലെ സെന്റ് ക്രിസ്റ്റീന ഹോം ആത്മഹത്യാ മുനമ്പിലെത്തിയ അവിവാഹിതരായ അമ്മമാർക്കും നൊമ്പരത്തോടെ അവർ ജന്മം നൽകിയ പിഞ്ചു പൈതങ്ങൾക്കും തിരികെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായിട്ട് അരനൂറ്റാണ്ടുകാലം പിന്നിടുന്നു. കഴിഞ്ഞ 45 വർഷങ്ങളായി ഇവിടെ എത്തുന്ന ഇളം തലമുറക്കാരെ പരിചരിച്ച് ഒരു കുഞ്ഞു സിസ്റ്റർ മേരി തൃക്കുക്കാരൻ SNDS. ശാലോൺ ടിവിയുടെ മർത്താൻ മേരി പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം. സ്നേഹവും ത്യാഗവും നിറഞ്ഞ കുഞ്ഞു മക്കളോടൊപ്പമുള്ള സന്യസ്ത ജീവിതത്തിന്റെ 45 വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അല്ലേ? അതെ. അപ്പൊ തീർച്ചയായും ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ, അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ഞാൻ സിസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സിസ്റ്ററുടെ കുടുംബത്തെ പറ്റിയാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും, നല്ലൊരു കുടുംബം അല്ലേ? അപ്പൊ കുടുംബ സാഹചര്യം, കുടുംബത്തെ പറ്റി ഞങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 1946 ജൂലൈ 9 വരദപ്പള്ളിയിലെ വരാക്കര ദേശത്ത് ഔസേപ്പ് ഏലിയ ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി ജനിച്ചു. രണ്ടാമത്തെ മകളായിട്ട് എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കള്. 7 മക്കളായിരുന്നു. 7 മക്കളിലെ 7 പേരും സന്യസ്ത ജീവിതം, സിസ്റ്റർ മാത്രം സ്വീകരിച്ച് ഞാൻ മാത്രം സന്യസ്ത ജീവിതം എടുത്തിട്ടുള്ളൂ, ജീവിതമായിട്ട് വന്നു. അപ്പൊ ഒത്തിരി സഹനങ്ങൾ നിറഞ്ഞ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലെ സന്യസ്ത ജീവിതം. അപ്പൊ ആ ഒരു ജീവിതം ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പൊ ആ ദൈവവിളിയിലേക്ക് വരാനുള്ള സാഹചര്യം, സന്യസ്ത ജീവിതം എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എൻ്റെ ബന്ധുക്കളും ഒക്കെ ഒരു 17 സിസ്റ്റർമാര് എൻ്റെ ബന്ധുക്കളായിട്ടുണ്ട്. 17 സിസ്റ്റർമാരുണ്ട്. അച്ഛന്മാരുണ്ട് ഒരു 10 ആള്. വലിയൊരു ദൈവിക കുടുംബം തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പോകാൻ വളരെ താല്പര്യമായിട്ട് തോന്നി. അവർ അങ്ങനെ പോയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ പറയണത് നീ ചെറുതല്ലേ, ഹൈറ്റും ഇല്ല വെയിറ്റും ഇല്ല, നീ അവരോട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനെ ഒരു ചെറിയൊരു ആശങ്ക അവർക്ക് ഉണ്ടായിരുന്നു. അവരങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനതിനൊന്നും പറയില്ല, ഞാനൊന്നും പറയില്ല അവരോട്. അങ്ങനെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ പറ്റില്ല, പോകാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് പറ്റും, ഇവരൊക്കെ പോയിണ്ടല്ലോ, ഇവരൊക്കെ ഇത്രയും പേര് പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും
അവിടെ അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ദൈവം എന്നെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് താങ്ങി നിർത്താമെന്ന് ബൈബിളിൽ പറഞ്ഞ വാക്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെയാലും സാധിക്കും. ഹൈറ്റും വെയിറ്റും ദൈവം വിചാരിക്കുന്നില്ലല്ലോ. നമ്മളുടെ ഒരു ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ള എനിക്കത് നടത്തി തരും, നടക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട്. ഏത് വർഷമാണ് സഭയിലേക്ക് വരുന്നത്? സന്യസ്ത ജീവിതം 1972 ജൂൺ 1 ക്രിസ്ത്യന ഹോം, പുല്ലഴിയിലെ ക്രിസ്ത്യന ഹോമിൽ വന്നു. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ 4000-ഓളം നിരാലംബരായ അമ്മമാർക്കും 4000-ഓളം കുഞ്ഞുമക്കൾക്കും അഭയമേകാനായി, അമ്മ തൊട്ടിലാകാനായി ഈ ക്രിസ്ത്യന ഹോമിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഭവനത്തിൽ 100ഓളം അമ്മമാരും 25ഓളം 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും 15 സ്കൂൾ വിദ്യാർത്ഥികളുമുണ്ട്. സെൻറ്റ് ക്രിസ്റ്റീന ഹോമിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2 സ്ഥാപനം കൂടി ഇതിൽ നിലകൊള്ളുന്നുണ്ട്. ഹോളി ഏഞ്ചൽസ് ഫൗണ്ടലി ഹോം, ചൈൽഡ് ലൈൻ എന്നിവയാണവ. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണവും പരിചരണവും നൽകുക എന്നുള്ളതാണ് ഹോളി ഏഞ്ചൽസ് ഫൗണ്ടലി ഹോമിൻ്റെ ലക്ഷ്യം. സ്വദേശത്തേക്കും വിദേശത്തേക്കും കുട്ടികളെ നിയമപരമായി ദത്തു നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ലൈസൻസും അംഗീകാരവും ഈ സ്ഥാപനത്തിനുണ്ട്. തൃശ്ശൂർ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടന്നു വരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആവശ്യമായ സംരക്ഷണവും പരിചരണവും ഉറപ്പുവരുത്തുകയാണ് ചൈൽഡ് ലൈനിൻ്റെ പ്രത്യേക ലക്ഷ്യം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ളതാണ് ഈ പദ്ധതി. എല്ലാ നെറ്റ്വർക്കിൽ നിന്നും 1098 എന്ന നമ്പറിലേക്ക് സൗജന്യമായി വിളിക്കാവുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാണ്. അനുദിന ജീവിതത്തിലെ നിത്യോപക വസ്തുക്കളായ ഭക്ഷണം, വസ്ത്രം, സ്റ്റേഷനറി സാധനങ്ങൾ, പാൽപ്പൊടി തുടങ്ങിയവ നൽകിക്കൊണ്ട് നല്ലവരായ നാട്ടുകാർ ഈ സ്ഥാപനത്തെ വളർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർ, നമുക്ക് വ്യക്തിപരമായിട്ട് എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കും. ദൈവത്തോട് സംസാരിക്കാണ് പ്രാർത്ഥനയിലൂടെ. അപ്പൊ സിസ്റ്ററിന്റെ ആ പ്രാർത്ഥനാ രീതി ഞങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും. കാലത്ത് 5 മണി തൊട്ട് ഡ്രസ് മാറി വന്നാൽ 7:15 വരെ പള്ളിയിൽ ഉണ്ടായിരിക്കും, പ്രാർത്ഥനയായിട്ടുണ്ടായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ എപ്പോഴെങ്കിലും, അത് ഇന്ന സമയമെന്നില്ല, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. സമയം കണ്ടുവെത്തും. അവിടെ കുട്ടികളുടെ അടുത്തൊക്കെ എല്ലാ പരിപാടികളും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തുമ്പോൾ ഞാൻ പോരും. അല്ലാതെ അവിടെ നിന്ന് പോരില്ല. പ്രാർത്ഥനാ ജീവിതത്തിനായാലും കുട്ടികളോടൊപ്പം ആയിരിക്കാനും 2 കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. സമയം കണ്ടെത്തും, ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. പിന്നെ വൈകുന്നേരത്തിന് 6:30 തൊട്ട് 8 മണി വരെ പ്രാർത്ഥനയിലായിരിക്കും ഞങ്ങൾ. അതിൻ്റെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇന്റർഫോണുണ്ട്, അവിടേക്കൊന്ന് വിളിച്ച് ചോദിക്കാം ആരെങ്കിലും കരയുണ്ടോ, ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് തിരക്കുണ്ടോ, ഞാൻ വരണോന്ന് ചോദിക്കും. പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ എപ്പോഴും കുഞ്ഞു മക്കളെ പറ്റിയുള്ള ഒരു ചിന്ത എപ്പോഴും അതുണ്ട്. അത് ഞാൻ ചോദിക്കും പോയിട്ട്, ഇത്ര മണിക്കൂറല്ല, 6:30 തൊട്ട് 8 മണി വരെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ, ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ആവാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ
ഇടയ്ക്ക് അവർ അന്വേഷിക്കും. അന്വേഷിക്കും. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോവും. ഒരു 2-3 മിനിറ്റ് വേണ്ടു. അവിടെ അടുത്ത് തന്നെയാണ് ഇൻ്റർഫോൺ. അതെ. അപ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ അവർ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ ആവശ്യമാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകും കുഞ്ഞുങ്ങളെ അടുത്തേക്ക്. അല്ല അവർ പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പള്ളിയിലേക്ക് തന്നെ പോരും. പള്ളിക്ക് തന്നെ പോരും. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും സിസ്റ്റർ മേരി തൃപ്പൂക്കാരൻ SNDS എന്നാണ് സിസ്റ്റർ പേരെങ്കിൽ എല്ലാവരും ഏറ്റവും സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് കുഞ്ഞു സിസ്റ്റേ എന്നാണ് വിളിക്കുള്ളൂ. അപ്പൊ എന്താണ് എല്ലാവരും ഇത്രയും ആകർഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞാനിപ്പോ സംസാരിക്കുകയാണെങ്കിലും ആ ഒരു പുഞ്ചിരി നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയാണ് അല്ലെ? അപ്പൊ ഏറ്റവും സ്നേഹത്തോടു കൂടി എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞു സിസ്റ്റേ എന്ന് വിളിക്കാനുള്ള എന്താണ് സിസ്റ്ററിന് എന്താ തോന്നിയിട്ടുള്ളത് അതിനെ പറ്റിയിട്ട്? എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്നും ഇത്ര 45 കൊല്ലം ഈ ജൂൺ 1-ാം തീയതിക്ക് തികയാൻ പോണ്. അപ്പോൾ അത്രയും നാൾ അവരോട് പെരുമാറിയപ്പോൾ അവർക്ക് ഈ കുട്ടികളോട് ഞാൻ പെരുമാറുന്നത് പോലെ തന്നെ അവരോടും പെരുമാറുന്നത്. ഈശോ പറഞ്ഞൊരു കാര്യമാണ്. അതെ അതെ, ഈശോ പറഞ്ഞൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ പോലെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാനായിട്ട് അല്ലെ? അപ്പൊ കുഞ്ഞു മക്കളുടെ കൂടെ ആ നിഷ്കളങ്കമായുള്ള ചിരിയും എല്ലാം കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും സിസ്റ്ററിനും സ്വാഭാവികമായിട്ട് തന്നെ ആ ഒരു വ്യക്തിത്വം കുട്ടികളുടെ പോലെയുള്ള ഒരു ചിരിയും നിഷ്കളങ്കതയൊക്കെ വന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരോട് കൂടെ അധികം സമയം ചെലവഴിക്കാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പുറത്തേക്കൊന്നും വേറെ പോണത്? പുറത്തേക്ക് അധികം പോകില്ല. ഞാൻ പുറത്തേക്ക് വല്ലപ്പോഴൊക്കെ പോകില്ല. എനിക്ക് പോയേ തീരൂ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അല്ലെങ്കിൽ ഞാൻ കഴിയാവുന്ന പറയും. അവരെ അവിടെ ഇട്ടിട്ട് എങ്ങനെ പോവാ? അവർക്ക് എപ്പോഴും ഈ അച്ഛനും അമ്മയും ഒന്നും പരിഗണിക്കാത്ത കുട്ടികളാണല്ലോ. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എപ്പോഴും മെഡിസിനും എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യത്തിന് കൊടുക്കണമെങ്കിൽ ഒരാൾ അവിടെ കൂടെ ഉണ്ടാവണം. അവർക്ക് അത്ര അധികം അറിവൊന്നും ഇല്ലല്ലോ അവരെ നോക്കാൻ നിൽക്കുന്ന അമ്മ. തീർച്ചയായിട്ടും നല്ലൊരു അമ്മയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്റ്റീന ഹോം ഇന്ന് ഒത്തിരി മക്കൾക്ക് സഹായകരമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തെ വളർന്നു നിൽക്കുകയാണ് നമ്മുടെ ക്രിസ്റ്റീന ഹോം. പക്ഷെ ഇതിന്റെ ആരംഭകാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളെ സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ക്രിസ്റ്റീന ഹോമിന്. അപ്പൊ ക്രിസ്റ്റീന ഹോം ഏത് വർഷമാണ് ആരംഭിക്കുന്നത്? 1967 ഓഗസ്റ്റ് 15-ാം തീയതി കുണ്ടുകുളം പിതാവ് ആരംഭിച്ചത്. കുണ്ടുകുളം പിതാവ് അന്ന് പിതാവായിട്ടില്ല. സെയിന്റ് ആൻസ് ഓർഫനേജിൽ ഡയറക്ടർ അച്ഛനായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനും ഇത് ആരംഭിക്കാനുള്ള കാരണം ഒരു കൊച്ചു കുഞ്ഞിനും കൊണ്ട് കോരി ചെരിയുന്ന മഴയത്ത് കൂരിരുട്ടിൽ ഒരു സ്ത്രീ ചെന്നു. കുഞ്ഞാണ് പിതാവിന്റെ അടുത്തേക്ക് സെയിന്റ് ആൻസിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ നിൽക്കണ ഇരുട്ടിൽ. പിതാവിന് അന്ന് അധികം വെളിച്ചൊന്നും ഇല്ലല്ലോ, കറണ്ടൊന്നും എല്ലായിടത്തും ലൈറ്റ് ഇടില്ല. അപ്പോൾ കൂരിട്ടിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ നിൽക്കുന്നുണ്ട്. നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരിടം തരണം എന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞു, ഞാനല്ലെങ്കിൽ ഇവിടുന്ന് പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ ഒരിടം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇടം കൊടുക്കാനായിട്ട് ഉള്ള അനുവാദമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് വന്നപ്പോഴും ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ കുറച്ച് പൈസ എടുത്തു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പൈസയൊന്നും വേണ്ട, പിന്നെ എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിനക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് വെച്ചാൽ ഇവിടെ ഇടയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്നാൽ എനിക്ക് 10 പൈസ തന്നാൽ മതി. 10 പൈസ മതി, അധികം രൂപയൊന്നും വേണ്ട എനിക്ക്. ആ പൈസ കൊണ്ട് അത് അത്ര പൈസയും കൊണ്ട് എന്തിനാ നീ പോണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്തിരി ഭക്ഷണം മേടിച്ചിട്ട്, ഇത് എൻ്റെ കുഞ്ഞാണ്. അപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത്. ഒരു സന്ദർഭമാണ്. അപ്പോൾ ആ കുഞ്ഞിന് കൊടുത്ത് ഞാനും കൂടി മരിക്കാം. അപ്പോൾ 10 പൈസ, പിന്നെ പൈസ കൂടുതൽ കിട്ടിയിട്ട് അത് സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ പിതാവ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ആ സ്ത്രീനെ അന്ന് അവിടെ നിർത്തി. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ആൾക്കാരോട് പറഞ്ഞ് ഈ സ്ഥലം മേടിച്ചു. ക്രിസ്റ്റീന ഹോമിന്. അന്നൊന്നും അടുത്തുള്ളവരൊന്നും സഹായിക്കാനൊന്നും അവർക്ക് പൈസ ഇല്ല അന്ന് കാലത്ത്. അപ്പോൾ ആ പൈസ ഒക്കെ അറിയോടൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു ചെറിയ വീട്, ഓടിട്ട പെര അവിടെ അന്ന്. അപ്പം ഞാൻ 72-ൽ വരുമ്പോഴും ആ പേര അവിടെ ഉണ്ട്. വീട് അതില് ഈ കുഞ്ഞുങ്ങളും വലിയവരും ഏകദേശം എത്ര കുട്ടികളുണ്ടായിരുന്നുണ്ടോ? വലിയൊരു മുതിർന്നവരൊക്കെ ഏകദേശം ഒരു 300
അന്തേവാസികളുണ്ടാവും. അന്തേവാസികളുണ്ടാവും, കുഞ്ഞുമക്കളടക്കം അല്ലേ? കുഞ്ഞുമക്കളടക്കല്ല, കുഞ്ഞുമക്കള് 200, 225 അത്രയ്ക്കൊക്കെ ഉണ്ട്. ഈ സ്ത്രീകൾ തന്നെ 300 ആൾക്കാരുണ്ട്. ഈ കുട്ടികൾ തന്നെ 225. അപ്പൊ അവർക്ക് അന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഒരുപാട് ഫണ്ട് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഫണ്ടില്ല. അപ്പൊ ആരെങ്കിലോടൊക്കെ സഹായങ്ങൾ സഹായം ചോദിച്ച് അങ്ങനെ കുറേശ്ശെ പറമ്പൊക്കെ മേടിച്ച്. അവരുടെ ഭക്ഷണമായാലും മറ്റു ചെലവുകളായാലും പുറത്തുനിന്ന് എന്തെങ്കിലും പ്രത്യേക അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ അധികാരികളിൽ നിന്നൊന്നും കിട്ടില്ല. പിതാവ് ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞു. പിതാവിന്റെ ഒരു മധ്യസ്ഥം ഇതായിട്ടല്ലേ? കുണ്ടംകുളം പിതാവ് അത് കഴിഞ്ഞ് 70 പിതാവായി പോയപ്പോ മോൺസിഞ്ഞൂർ ജോസഫ് വെളങ്ങാടച്ചനെ ഏൽപ്പിച്ചു. ജോസഫ് വെളങ്ങാടച്ചൻ അച്ഛന് ഇങ്ങനെയാണ് പിന്നെ ഈ വളർത്തി വലുതാക്കാനായിട്ട് അച്ഛൻ്റെ ഒരു പ്രയത്നം. ഇതിനെ പ്രതി കുറെ ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട്. ഏജ്ഡ് ഹോം, മെന്റൽ ഹോം, പീസ് ഹോം, പിന്നെ എയ്ഡ്സിന്റെ. വിളങ്ങാടൻ അച്ഛന്റെ ഒരു കഠിന പരിശ്രമം ഇന്ന് ക്രിസ്റ്റീന ഹോം ഇന്ന് എത്തി നിൽക്കാനായിട്ട്. അപ്പൊ കൂടുതൽ ഓർമ്മകൾ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് വിളങ്ങാടൻ അച്ഛനെ പറ്റിയിട്ട്. അച്ഛന് എല്ലാ പണിക്കും, പാടത്തായാലും പറമ്പിലായാലും എല്ലാ പണിക്കും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എത്ര കഠിനാധ്വാനം കൈക്കോട്ടുകളൊക്കെ ആയാലും എന്തായാലും ഈ സ്ത്രീകളും പിന്നെ പണിക്കാരും ഉണ്ട്. അവരൊക്കെ കൂടെ അച്ഛനുണ്ടായിരിക്കും. അച്ഛൻ പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോയാലും പെട്ടെന്ന് ഇവിടെ വരും. പിന്നെ കുട്ടികളുടെ അടുത്തായാലും അച്ഛൻ ഓടിയെത്തും. എവിടെയായാലും അച്ഛൻ ഏത് ജോലി ചെയ്യാനും ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടാവും. എല്ലായിടത്തും ഓടിയെത്തും. പിന്നെ എന്നോട് പറയും അവിടെ നിന്നാൽ മതി. ഞാൻ പുറത്തേക്ക് വന്ന അപ്പോൾ പറയും അവിടെ നിന്നാൽ മതി, അവിടെ നിന്നാൽ മതി. ഇവിടെ ഒരു സൊസൈറ്റി ഹോളുണ്ട്. ആ സൊസൈറ്റി ഹോളിലേക്ക് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. ഇത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ല, ഇവിടത്തേക്ക് തന്നെ വരാൻ സമ്മതിക്കില്ല. വേഗം അവിടെ പോയി കുഞ്ഞു മക്കൾക്ക് കുഞ്ഞില്ലാണ്ട് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടായിരിക്കാം എന്താന്നെങ്കിൽ അറിഞ്ഞൂടെ. അച്ഛൻ എപ്പോഴും ഇത് തന്നെ പറയും. അപ്പൊ ഞാൻ വന്നപ്പോ തൊട്ട് എന്നെ അവിടെ ആക്കി. ഇപ്പോഴും അവിടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യണത് വിളങ്ങാട്. അപ്പൊ നല്ലൊരു മാതൃക തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട വിളങ്ങാടച്ഛൻ. ഓക്കെ, ഇന്ന് ക്രിസ്റ്റീന ഹോമില് ഒത്തിരി മക്കളുണ്ടല്ലേ? സിസ്റ്റർ ഏകദേശം എത്ര കുട്ടികളെ നോക്കിയിട്ടുണ്ട്? മക്കളെ 4200 പേരുണ്ടാവും. 4200 പേരുണ്ട്. വളർന്നു പോയിട്ടുണ്ട് എന്റെ ഈ കൈകളിലൂടെ വളർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി ബുദ്ധിമുട്ടാണ് കൊച്ചുമക്കളെ. എത്ര പ്രായം വരെയുള്ള കൊച്ചുങ്ങളെയാണ് സിസ്റ്റർ നോക്കുന്നത്? ജനിച്ച ഉടനെ തൊട്ട് 6 മാസം വരെ. 6 മാസം പ്രായമുള്ള കുട്ടികളെ വരെ. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒത്തിരി ക്ഷമ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കുഞ്ഞുമക്കളെ അവർ കരയണതായാലും എപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ കുട്ടികളോടൊപ്പം ഉള്ള നിമിഷങ്ങൾ എത്രത്തോളം സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു? വന്ന ഉടനെ എനിക്ക് കുറച്ച് ഇവരെയൊക്കെ കാണുമ്പോ ഇത്ര കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ എനിക്ക് ഒരു മാസത്തിന് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു പ്രയാസമില്ല. എത്ര കുട്ടികളുണ്ടായാലും അവരോട് കൂടി ചെലവഴിക്കാനാണ് പിന്നെ താല്പര്യം. കുട്ടികൾ കുറഞ്ഞു പോകരുത്, എല്ലാവരും ഒരേപോലെ. ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ, കൊച്ചുങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ. അവരവിടെയും ഇവിടെയും പോയി അലഞ്ഞ് അവരുടെ ജീവൻ ആരും അപഹരിക്കാതെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു വരദാനം നമുക്ക് ലഭിക്കുന്ന ജീവൻ തന്നെയാണ് അല്ലേ? ജീവൻ രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും 100% ഞാൻ തയ്യാറാണ് ചെയ്യാനായിട്ട്. ആരെന്ത് പറഞ്ഞാലും അത് ചെയ്തിരിക്കും. അപ്പൊ നമുക്കൊരു പക്ഷെ എനിക്ക് തോന്നാണ് നമ്മൾ കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ച ഒരു അനുഭവം കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങൾ ചെലവഴിക്കുന്ന ഒത്തിരി പേരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പലതരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പറയാം. ഈ കുട്ടികൾ ഉത്ഭവിച്ച് വരുന്നതിൻ്റെ ആ വിഷയമാണ് എനിക്ക് ഏറ്റവും ബാധിക്കുന്നത്. സ്വന്തം അപ്പൻ ദുരുപയോഗിക്കുക സ്വന്തം മകളെ, അത് ഒരു ഫീലിങ്സാണ്. പിന്നെ ഒരു അങ്കിള് എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങള, അത് 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടുള്ള കുട്ടി വെക്കേഷന് അവരെ വീട്ടിൽ പോയതാ. ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോഴേ തന്നെ അയാൾ അത് ഉപയോഗിച്ചു. ആ കുട്ടിക്ക് 12 വയസ്സായിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമുക്കത് കേൾക്കുമ്പോൾ വളരെയധികം അത് നല്ല ഫീലിംഗ് ആണ്. 12 വയസ്സായ കുട്ടീനെ ഇങ്ങനെ ഇതാക്കാന്ന് പറഞ്ഞാല് കുട്ടിക്കൊന്നും അറിയില്ല.
അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നാക്കി. 13 വയസ്സ് തികയുന്നതിന് മുമ്പ് കൊച്ച് ഉണ്ടായി. അതൊരു വലിയൊരു അനുഭവമാണ്. എന്നുവെച്ചാൽ കുട്ടി പ്രായപൂർത്തിയായിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. സ്വന്തപ്പെട്ടവരിൽ നിന്ന് ദുരുപയോഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമല്ലേ. മറ്റുള്ളവർ ആവുമ്പോൾ അത് അത്രയും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നുവെച്ചാൽ അവര് എന്തെങ്കിലും അവരുടെ ആരുമല്ല. ഇത് സ്വന്തപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്നത് ഒരു ഫീലിങ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.